എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പലരും കമൻ്റായിട്ടും അല്ലാതെ പേഴ്സണലായിട്ടും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാത്തവർ അല്ലെങ്കിൽ ഒരു ബ്രേക്കിന് ശേഷം വരുന്ന ആൾക്കാരുണ്ടാവും, പഠിക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഒരു നല്ലൊരു റാങ്കിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ ജോലിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു റാങ്കിലേക്ക് പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുള്ളവർക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതായിരിക്കും ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും ചിലപ്പോൾ ഏതെങ്കിലും ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ചിലപ്പോൾ കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർ ഒരു പ്രത്യേക ടൈം ടേബിൾ തന്നിട്ടുണ്ടാവും, അതായത് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ദിവസവും കവർ ചെയ്യേണ്ട പോർഷൻ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ചിലപ്പം എല്ലാവർക്കും എഫക്റ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റേഷൻ ഉണ്ട്. ആയിക്കോട്ടെ, പോയിക്കോ. പോയിക്കോ, ഒരു മിനിറ്റ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തരുന്ന പോർഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആഴത്തിൽ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഉണ്ടാവും. എല്ലാവരുടെയും പഠിക്കുന്ന കപ്പാസിറ്റി ഒരുപോലെ ആയിരിക്കില്ല, ചിലപ്പോൾ ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ടൈം പീരീഡിൽ ചിലപ്പോൾ നമുക്ക് തരുന്ന പോർഷൻ പഠിച്ച് തീർക്കാൻ പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ മറ്റൊരു ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തരുന്ന സമയത്തിൻ്റെ ഉള്ളിൽ എത്രയോ മുന്നേ നമുക്കത് പഠിച്ച് തീർക്കാൻ പറ്റും. ആ ഒരു സമയം അല്ലെങ്കിൽ ബാക്കിയുള്ള സമയം നമുക്ക് വേറെ സബ്ജക്റ്റിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് തരുന്ന ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ ആയിരിക്കും. അതെല്ലാവർക്കും സ്യൂട്ടബിൾ ആയിക്കോളണമെന്നില്ല. എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളിപ്പോൾ ക്ലാസ്സുകളിൽ തരുന്ന ടൈം ടേബിൾ വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ എഫക്റ്റീവ് ആവില്ല. ചില സമയത്ത്, എല്ലാ സമയത്തും അല്ല, ചില സമയത്ത് എഫക്റ്റീവ് ആവില്ല. അതിനേക്കാളും നന്നായിട്ട് നമ്മൾ സ്വന്തം ടൈം ടേബിൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോച്ചിങ് സെൻറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആപ്പിൽ നിന്ന് തരുന്ന ടൈം ടേബിൾ എല്ലാ വിദ്യാർത്ഥികളെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അത് നിങ്ങളെ ഉദ്ദേശിച്ചത് മാത്രമായിരിക്കില്ല. അതായത് നിങ്ങൾക്ക് ഏറ്റവും വീക്കായിട്ടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, പ്രശ്നമല്ല. ടൈപ്പിസ്റ്റോ അല്ലെങ്കിൽ മറ്റ് ഏത് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളുടെ വീക്ക് പോയിൻറ്റ്സ് അല്ലെങ്കിൽ വീക്ക് സബ്ജക്ട്സും പിന്നെ അതുപോലെ തന്നെ സ്ട്രോങ് പോയിൻറ്റ്സും നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്, മോന് അടങ്ങിയിരിക്കുന്നില്ല. ഓക്കെ, അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതൊന്ന് പഠിക്കാതെ, നിങ്ങളൊന്നും പഠിക്കാതെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം മാർക്ക് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിൽ നിങ്ങൾക്ക് ഏറ്റവും മാർക്ക് കുറഞ്ഞ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്ത ഏരിയ ഉണ്ടാവും, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കണ്ടറിഞ്ഞിട്ട് വേണം നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ എങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കേണ്ട സബ്ജക്റ്റുകൾ ഉണ്ടാവും, അതിന് കൂടുതൽ സമയം കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് റിവിഷൻ മാത്രം ചെയ്യേണ്ടതാണെങ്കിൽ അതിനും പ്രത്യേകം നോക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് മറ്റൊരാൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടൈം ടേബിൾ വെച്ചിട്ട് ഒരു ജോലി ലഭിക്കുന്ന റാങ്കിലേക്ക് എത്താൻ പറ്റില്ല. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഇതിൽ ചിലപ്പം മാറ്റം ഉണ്ടാവും. അതായത് ചിലപ്പം മറ്റുള്ളവർ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ള ആ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നല്ല റാങ്ക് നേടിയിട്ടുള്ളവരുണ്ടാവും. അതെനിക്ക് അറിയില്ല, എന്താ വെച്ചാൽ ഓരോരുത്തരുടെയും പഠിക്കുന്ന രീതിയും എല്ലാം വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് കുറച്ചുകൂടി ബെറ്റർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു ടൈം ടേബിൾ തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ,
പല വീഡിയോസിലും ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇതിനകത്ത് തന്നെ കുറേ പേര് മെസ്സേജ് അയക്കുമ്പോഴും എങ്ങനെയാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ടോപ്പിക്കുകൾ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ പെട്ടെന്ന്, ഇനിയിപ്പോൾ നിങ്ങൾക്കറിയാം ടൈപ്പിസ്റ്റിൻ്റെ എക്സാം വരാൻ പോവുകയാണ്. അത് ആ ഒരു ഡേറ്റ് വരാൻ കാത്തിരിക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്യുക. ഓക്കെ, ടൈം നമുക്ക് കാത്തിരിക്കുന്നില്ല, അതാദ്യം മനസ്സിലാക്കാം. ഇനി വരുന്ന എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കുക, കുറച്ച് ഉറക്കം മാറ്റി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഫങ്ഷൻസ്, നിങ്ങൾക്ക് തീരെ പോകണ്ടാത്ത, അതായത് തീരെ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഫങ്ഷൻസിന് മാത്രം പോവുക. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കുക. ഓക്കെ, മാക്സിമം പഠിക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണമെന്നോ അല്ലെങ്കിൽ എത്ര സബ്ജക്റ്റ് അല്ലെങ്കിൽ എത്ര ടോപ്പിക് കവർ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തരുടെയും ഇതിനനുസരിച്ചിട്ട്, കഴിവിനനുസരിച്ചിട്ട്. പിന്നെ ഏറ്റവും നല്ലത് രാവിലത്തെ സമയം പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ചിലപ്പം ചിലർക്ക് രാത്രി ആയിരിക്കും ബെറ്റർ. അത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിസ്റ്റർബൻസ്, അതായത് വീട്ടിലുള്ള മറ്റാൾക്കാരുടെ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സമയം നോക്കിയിട്ട് ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ പഠിക്കാം. ഒരു ദിവസം മാക്സിമം പഠിക്കാനുള്ളത് പഠിക്കുക. പിന്നെ പിറ്റേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റിവിഷൻ ചെയ്യാം. പഠിച്ച ടോപ്പിക്കുകൾ നന്നായിട്ട് റിവിഷൻ ചെയ്യാം. ഓക്കെ, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, എങ്ങനെ നിങ്ങൾ റിവിഷൻ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം വരുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പിന്നെ റിവിഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക മീൻസ് നിങ്ങൾക്ക് PSCൻ്റെ സൈറ്റിൽ തന്നെ കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ അത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്കത് പ്രിൻ്റ് എടുക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അല്ലെങ്കിൽ പിന്നെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ട് ചെയ്യുക, അത് നോട്ട് ചെയ്ത് വെക്കുക, ആൻസർ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് തുടക്കത്തിൽ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ചിലപ്പോൾ 10 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കൊക്കെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടലുണ്ടാവുള്ളൂ. അതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് തെറ്റിക്കാതെ നന്നായിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. കാണാപ്പാഠം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നില്ല, അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് ആയിരിക്കും ചിലപ്പം അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ, ഇത് തുടക്കത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് കൂടി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ ഓപ്ഷൻസ് ക്വസ്റ്റ്യനായിട്ട് എന്തായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ആ ഓപ്ഷൻസ് ആൻസറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നിങ്ങൾ സ്വന്തം ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പാസ്സാവാൻ പറ്റും. ഓക്കെ, ആ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇംഗ്ലീഷ് മലയാളം 20 മാർക്കാണ്, 40 മാർക്കാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പിസ്റ്റ് എക്സാമുകൾക്കാണെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മിക്കവാറും വരുന്നത് ഇതാണ്, ഗ്രാമർ പാർട്ടാണ് വരുന്നത്. അപ്പോൾ അത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പോർഷനാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ പോർഷൻ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചിട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. മലയാളത്തിലും ഇംഗ്ലീഷിലും പിന്നെ വരുന്നത് വൊക്കാബുലറി ആണ്. വൊക്കാബുലറി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ റാങ്ക് ഫയൽ വെച്ചിട്ട് പഠിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ആപ്പിൽ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്ന് കിട്ടും. എടുത്തോ. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചെയ്യാം. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇത് മറ്റ് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോസ് കാണാത്തവരാണോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാത്തവരാണോ എന്നറിയില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ടാണ്
കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഓക്കെ, സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഉറപ്പിച്ച് പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവർ പ്രിപ്പയർ ചെയ്ത് തരുന്ന ആ ഒരു ടൈം ടേബിൾ നമുക്ക് ഒരിക്കലും സ്യൂട്ടബിൾ ആവില്ല. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ വീക്കായിട്ടുള്ള എളുപ്പമുള്ള സബ്ജക്റ്റുകൾ നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ വരുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത പ്രശ്നങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മനസ്സിലായി പിന്നെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ ഉള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കാം. ഓക്കെ, എന്താ പ്രശ്നം എന്നുള്ളത് നിങ്ങളത് കണ്ടുപിടിക്കുക, ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം ആ പ്രശ്നം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്തെങ്കിലും അതായത് ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക. എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോയ്ക്ക് ഇടയ്ക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായി, സോറി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.